നമസ്കാരം. നടി ശ്വേതാ മേനോനും നടനും സംവിധായകനും പാലക്കാട് എംഎൽഎയുമായ രമേശ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സിനിമാ മേഖലയിൽ പുതിയ തലത്തിലേക്ക്. വിഷയത്തിൽ ശ്വേതാ മേനോന്റെ പേരെടുത്തു പറയാതെ കടുത്ത പരിഹാസവുമായി നടി ഉഷ രംഗത്തെത്തി. ശ്വേതാ മേനോനെ അടർക്കളത്തിലെ അഭിമന്യു എന്ന് വിശേഷിപ്പിച്ച ഉഷ വിവാദ ഫോൺ കോളിന് പിന്നിൽ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും ആരോപിച്ചു. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഉഷയുടെ പ്രതികരണം. ഫോൺ ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ശ്വേതാ മേനോൻ നൽകാൻ പോകുന്ന വിശദീകരണങ്ങളെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ടാണ് ഉഷയുടെ പരിഹാസം. കോൺഫറൻസ് കോളിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെന്നും അയാളാണ് സംഭാഷണം ചോർത്തിയത് എന്നുമാകും വരും ദിവസങ്ങൾ ഉയരാൻ പോകുന്ന ന്യായീകരണമെന്ന് ഉഷ ചൂണ്ടിക്കാണിക്കുന്നു. അടർക്കളത്തിലെ അഭിമന്യു പുതിയ നമ്പരുമായിട്ട് ഇറങ്ങുന്നുണ്ട്. പുറത്തുവന്ന വോയിസ് ക്ലിപ്പ് ലൈനിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നും അയാളാണത് പുറത്തുവിട്ടത് എന്നുമാണ് പുതിയ വിശദീകരണം വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ലൈനിൽ നിർത്തി കോൾ റെക്കോർഡ് ചെയ്യിച്ച ആ മൂന്നാമൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഉഷ കുറിച്ചു. മറ്റൊരാളെ രഹസ്യമായി ലൈനിൽ നിർത്തി സംസാരിക്കുന്നതും അത് റെക്കോർഡ് ചെയ്യുന്നതും അതിക്രൂരമായ വഞ്ചനയാണെന്ന് ഉഷ പത്രക്കുറിപ്പിൽ ഓർമ്മിപ്പിച്ചു. കുറ്റവാളിയായ ചാൾസ് ശോഭരാജിനോടാണ് ഉഷ ശ്വേതാ മേനോന്റെ പ്രവൃത്തിയെ ഉപമിച്ചത്. ഇങ്ങനെയുള്ള വക്രബുദ്ധിയും ധൈര്യവും ഒക്കെ ഇതിനു മുൻപ് ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പേരുകളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ കോമഡിയായാണ് തോന്നുന്നത്. എന്നാൽ ഈ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നുവെന്നും ഉഷ വ്യക്തമാക്കി. അമ്മ സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുതിർന്ന താരങ്ങൾ തമ്മിലുള്ള ഈ വാക്പോര് വരും ദിവസങ്ങളിൽ സിനിമാ ലോകത്ത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കാൾ റെക്കോർഡിംഗ് വിവാദത്തിൽ ശ്വേതാ മേനോൻ ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ചലച്ചിത്ര ലോകം ഉറ്റുനോക്കുന്നത്. ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ പൊന്നോ, അടർക്കളത്തിലെ അഭിമന്യു പുതിയ നമ്പരുമായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പുറത്തു വന്ന വോയിസ് ക്ലിപ്പ് ആ ലൈനിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നും അയാളാണ് പുറത്തുവിട്ടത് എന്നാണ് അഭിമന്യു പുതിയ വിശദീകരണവുമായി വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ലൈനിൽ നിർത്തി കോൾ റെക്കോർഡ് ചെയ്യിച്ച മറ്റൊരാൾ ആരാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്തണം. അങ്ങനെ ഹൈഡ് ചെയ്ത് മൂന്നാമതൊരാളെ ലൈനിൽ നിർത്തി സംസാരിക്കുന്നതും അത് റെക്കോർഡ് ചെയ്യിച്ചതും അതിലും വലിയ കൊടും ചതി, വഞ്ചന. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പേരൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ പേരൊക്കെ ഞങ്ങൾക്ക് വലിയ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഭയങ്കരമായ ആളപ്പ. ഇങ്ങനെയുള്ള വക്രബുദ്ധിയും ധൈര്യവുമൊക്കെ ഇതിനു മുൻപ് ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പരിപ്പൊന്നും ഇവിടെ വേകാൻ പോകുന്നില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സിനിമയിലെ അമ്മ സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങൾ പുകയുന്നതിനിടെ പുറത്തുവന്ന ശ്വേതാ മേനോൻ രമേശ് പിഷാരടി ഫോൺ സംഭാഷണം മലയാള സിനിമയിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. ശ്വേതയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് നടി ഉഷ രംഗത്തെത്തിയതോടെ ഈ കോൾ റെക്കോർഡിംഗ് വിവാദം കൂടുതൽ വഷളാകുമെന്നുറപ്പായി. ചാൾസ് ശോഭരാജിന്റെ വക്രബുദ്ധി എന്ന തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങളുടെ വലിയൊരു ചതിയാണ് ഇതിന് പിന്നിൽ നടന്നതെന്നാണ് ഉഷ ആരോപിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ മൂന്നാമൻ ആരാണെന്ന വെളിപ്പെടുത്തലുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ കൂടുതൽ താരങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടും. ആരോപണങ്ങളുടെ കുന്തമുന നീളുന്ന സാഹചര്യത്തിൽ ഈ ഫോൺ ചതി വിവാദത്തിൽ നടി ശ്വേതാ മേനോൻ ഇനി എന്ത് വിശദീകരണവുമായി രംഗത്തെത്തും എന്നതിലേക്ക് തന്നെയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഇപ്പോൾ കാതോർത്തിരിക്കുന്നത്.